ഹായ്. ഞാനിന്ന് CSIR നെറ്റ് ഫിസിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ആ എക്സാം എന്താണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഈ CSIR നെറ്റ് ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മലയാളത്തിൽ ഒത്തിരി വീഡിയോസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ബിഗിനേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ ഫിസിക്സ് CSIRന് ട്രൈ ചെയ്യുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഈവൻ ദോ ഈ ഒരു നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് UGC ആണോ അതോ CSIR ആണോ എന്ന് പോലും ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ എക്സാം എന്താണെന്ന് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് PSC ആണെങ്കിലും UPSC ആണെങ്കിലും ഏത് തരത്തിലുള്ള എക്സാം ആണെങ്കിലും അത് കുറച്ചും കൂടെ നമ്മുടെ മദർ ടങ്ങിൽ അത് മനസ്സിലാക്കുമ്പം കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ CSIRനെ കുറിച്ച്. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ CSIR നെറ്റ് എന്ന് പറയുന്നത്, ശരിക്കും CSIR എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പം നെറ്റ് എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് CSIRും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ UGC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ UGC നെറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് സബ്ജക്ട്സ് ലൈക്ക് സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് പോലെയുള്ള സബ്ജക്റ്റിന് UGC കണ്ടക്ട് ചെയ്യുന്നതാണ്. UGC എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. അതേസമയം മാത്തമാറ്റിക്സ്, ലൈഫ് സയൻസ് എന്ന് വെച്ചാൽ ബയോളജി, ബയോകെമിസ്ട്രി പോലുള്ളത്, അതുപോലെ തന്നെ കെമിക്കൽ സയൻസ്, കെമിസ്ട്രി, ഫിസിക്കൽ സയൻസ് ആണ് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എർത്ത് സയൻസ് പോലെയുള്ളത്, അങ്ങനത്തെ ആ സബ്ജക്ട്സിൻ്റെ ഒക്കെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ CSIR കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ UGC നെറ്റിൻ്റെ കുറച്ച് പേപ്പർ 1നെ കുറിച്ചൊക്കെ പഠിച്ച് പിന്നെ ആയിരിക്കും നമ്മൾ അറിയുന്നത് അതൊന്നും നമ്മുടെ ആയിരിക്കത്തില്ല. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന CSIR ആണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള ധാരണ പിന്നെ ആയിരിക്കും കിട്ടുക. അപ്പം നമ്മുടെ എക്സാമിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ പർപ്പസ് എന്തിനാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പം അത് അപ്പോൾ എല്ലാവരും എയിമെന്ന് പറയുന്നത് JRF തന്നെയായിരിക്കും. അപ്പോൾ JRF കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കിട്ടി, നല്ലൊരു എമൗണ്ട് കിട്ടി നമുക്ക് പഠിക്കാനായിട്ട്, റിസർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നമുക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, അതേസമയം നെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. നെറ്റ് ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഗോൾ എന്ന് പറയുന്നത് നമുക്കൊരു ലെക്ചർഷിപ്പാണ് കിട്ടുക. അതായത് പ്രധാനമായിട്ട് ഇത് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒക്കെ നമുക്ക് ലെക്ചേഴ്സായിട്ട് കയറാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു എക്സാം സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് വളരെ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ CSIR ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയാൻ കാരണം നമ്മുടെ ജനറൽ പേപ്പറും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ അത് ടഫാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് CSIR ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എക്സാം സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിനെ മാത്രം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. 30 മാർക്കിനാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു 20 ക്വസ്റ്റ്യൻസ് കാണും. 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രധാനമായിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ലോജിക്കൽ റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഗ്രാഫിക്കൽ അനാലിസിസ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെയാണ് കൂടുതലും. അല്ലാതെ നമുക്ക് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡുകളൊന്നും തന്നെ CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട്
ചിലപ്പം ടീച്ചിങ് അങ്ങനത്തെ സെറ്റ് എക്സാംസ് പ്രിപ്പറേഷൻ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് കൂടിക്കുഴയാതെ, ചിലപ്പോൾ എല്ലാമൊക്കെ സെയിം ആയിരിക്കും, എന്നാലും നമുക്ക് വേണ്ടതിനെ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. ലോജിക്കൽ റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഗ്രാഫിക്കൽ അനാലിസിസ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പം ഇത് കുറച്ച് പഠിച്ചു തുടങ്ങുന്നതാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് നല്ലത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണ്ട എന്നൊക്കെ നമ്മൾ ചിലപ്പം വിചാരിക്കാം. പക്ഷെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് കളയാൻ പാടില്ലെന്നാണ് JRF ക്രാക്ക് ചെയ്ത എല്ലാവരും പറയുന്നത്. കാരണം ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ സബ്ജക്റ്റിനെക്കാട്ടിലും ക്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പം എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പേപ്പർ 2 ആണ് കേട്ടോ. പേപ്പർ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 70 മാർക്സ് ആണ് പേപ്പർ 2. അത് നമുക്ക് കൂടുതലായിട്ട് BSc ആൻഡ് MSc റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെയാണ് വരുന്നത്. പിന്നെ പേപ്പർ 3 എന്ന് പറയുന്നത് ഫിസിക്സ്, അതായത് അഡ്വാൻസ്ഡ് ഫിസിക്സ്. അത് മെയിനായിട്ട് MSc ഫോക്കസ് ചെയ്തിട്ട് MScയുടെ സിലബസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 200 മാർക്ക് 200 മാർക്സിനാണ് CSIR നെറ്റ് എക്സാം നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പേപ്പർ 2ലേക്ക് പോയാൽ, പേപ്പർ 2 ഞാൻ പറഞ്ഞു 70 മാർക്സാണ് പേപ്പർ 2. അതിൽ നമ്മൾ കോർ ഫിസിക്സ്, അതായത് ഈ 70 മാർക്സിൽ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോഡൈനമിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, തെർമോഡൈനമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. 25 ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇനി പാർട്ട് സിയിലേക്ക് കടക്കുകയാണെങ്കിൽ, പാർട്ട് സി എന്ന് പറയുമ്പം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള ഫിസിക്സ് ആണ്. മെയിൻലി ഫോക്കസ് ഓൺ MSc ആണ്. അപ്പോൾ അവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത്, ആദ്യം ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറയാം. അപ്പം ഈ ഒരു പാർട്ട് സിയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് ആണ്. 30 ക്വസ്റ്റ്യൻസ് ആണ്. അത് 100 മാർക്കിനാണ് കേട്ടോ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 100 മാർക്കിനാണ്. അപ്പം ഈ 30 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, കണ്ടൻസ്ഡ് മാറ്റർ, ന്യൂക്ലിയർ ഫിസിക്സ്, അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്. അപ്പോൾ MSc ഇപ്പോൾ ഫസ്റ്റ് സെമ്മാണ് നമ്മൾ കയറിയിട്ടേ ഉള്ളെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്റ്റുകളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് സിയിൽ, അതായത് ഈ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ ആയിരിക്കും. 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഓരോ സബ്ജക്റ്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഷുവർ ആയിരിക്കും. അത് 5 മാർക്കിനാണ്. അതായത് ഞാൻ പറയുവാണെങ്കിൽ അറ്റോമിക് ഫിസിക്സ്, അതുപോലെ തന്നെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ്. അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ, 1 മിനിറ്റ്, ഓക്കെ. അപ്പം പാർട്ട് സി കുറച്ചും കൂടെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, പാർട്ട് സി എന്ന് പറയുന്നത് 30 ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. ഈ 30 ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്കാണ്? 100 മാർക്സ് ആണ് 30 ക്വസ്റ്റ്യൻസിൽ വരുന്നത്. 30 ക്വസ്റ്റ്യൻസിൽ 100 മാർക്സിനുള്ളതാണ് വരുന്നത്. അപ്പം നമ്മൾ കുറച്ച് സബ്ജക്റ്റുകൾ ഞാൻ പറയുവാണെങ്കിൽ ഒരു 3 സബ്ജക്റ്റ്, അതായത് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, അറ്റോമിക് ആൻഡ് മോളിക്കുലാറും കൂടെ ഉണ്ട് കേട്ടോ. അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫിസിക്സ്, അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റിൽ നിന്നും, ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഈ 3 സബ്ജക്റ്റിൽ നിന്നും നമുക്ക് 3 ക്വസ്റ്റ്യൻസ് എന്താണേലും ഷുവറാണ്. ഈ 3 ക്വസ്റ്റ്യൻസിന് ഒരെണ്ണത്തിന് 5 മാർക്ക് വീതമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പാർട്ട് സിന്ന് ആകെ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സബ്ജക്റ്റിൽ നിന്ന് ഓരോ 3 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 5 മാർക്സ് വീതം കിട്ടും.
അപ്പം ഈ 3 സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഷുവറാണ്. ഓക്കെ, അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഇത് വിടാനേ പാടില്ല. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് എനിക്ക് പാർട്ട് സീനെ കുറിച്ച് അറിയാവുന്ന കാര്യം ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് വേണേൽ പാർട്ട് 1 കൂടെ ഞാൻ പറയാം. ദാറ്റ് ഈസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണെന്ന് പറഞ്ഞു. ജസ്റ്റ് സബ്ജക്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ആദ്യം വരുന്നത്. ഇപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡിലാണ് പറഞ്ഞത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിലാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ്. ഓക്കെ, ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നുള്ളൊരു കേസ് വരുന്നുണ്ട്. പിന്നെ ഗ്രാഫിക്കൽ അനാലിസിസ്, പിന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ലോജിക്കൽ റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഗ്രാഫിക്കൽ അനാലിസിസ് ആൻഡ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. പിന്നെ ഞാൻ ഇങ്ങനെ നെറ്റ് എക്സാം, CSIR, നെറ്റ് ഫിസിക്സ് പോലുള്ള എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ, നമുക്കറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ജനറൽ പേപ്പർ കുറച്ചും കൂടി എളുപ്പമാണ്. ജനറൽ പേപ്പർ ഫുൾ എഴുതി, പക്ഷേ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ ജനറൽ പേപ്പർ കുറച്ചും കൂടി എളുപ്പമാണ്, ഞാൻ പഠിക്കാതെ പോയി അറ്റൻഡ് ചെയ്യുവാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം അതൊക്കെ കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാവരും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർ ഇപ്പം ഭയങ്കര കുറച്ചൊന്ന് ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുള്ളൂ. അതൊരു കുഴപ്പമല്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ജനറൽ പേപ്പർ വളരെ എളുപ്പമാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് എക്സാം ഹോളിൽ ഇരുന്ന്, അല്ലെങ്കിൽ ആ 3 മണിക്കൂർ നമുക്കിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സമയത്ത് മതി എന്നുള്ള ഇതിലിരിക്കരുത്. നമ്മൾ സീരിയസ് ആയിട്ട് നമുക്ക് JRF അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ ടോപ്പറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കുറച്ച് സമയം ജനറൽ പേപ്പറിന് വേണ്ടി കളയണം. ഇത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന എക്സാമൊന്നുമല്ല. സ്മാർട്ട് വർക്കും കൂടെ ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം എനിക്ക് ഇത്രയും പോലും പറഞ്ഞു തരാനായിട്ട്, ഈ എക്സാമിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കിപ്പം അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എന്നെപ്പോലുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ഇപ്പം കൂടുതലായിട്ട് ചിലപ്പം ഇപ്പം MSCക്ക് കയറിയ കുട്ടികൾ, അല്ലെങ്കിൽ MSc കൂടെ കടന്നു പോകുന്ന കുട്ടികൾ ചിലപ്പോൾ കുറച്ച് വീക്കായിരിക്കും, പക്ഷേ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ നോർമലായിട്ടുള്ള ആൾക്കാർ, വളരെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരിത് കേൾക്കണം എന്നില്ല. അപ്പം ജനറൽ പേപ്പേഴ്സ് നമ്മൾ ഇരുന്ന് കുറച്ച് നേരം, ഇപ്പം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ശനിയും ഞായറോ വല്ലതും, ഈ ഫിസിക്സിനെക്കാട്ടിലും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ജനറൽ പേപ്പറിന് കൊടുത്ത്, എന്നാൽ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളപ്പം എന്തെങ്കിലും ആകട്ടെ 1000 രൂപ സബ്മിറ്റ് ചെയ്ത് എന്തായാലും പോയി കൊടുത്തു, രജിസ്റ്റർ ചെയ്ത് പോയി എക്സാം എഴുതാമെന്നുള്ളതല്ല. നിങ്ങൾക്കിപ്പം പഠിക്കുന്ന കൂട്ടത്തിൽ ഫിസിക്സ് പഠിച്ച് നെറ്റ് എക്സാം എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാൻ അത്ര നേരമൊന്നും എടുക്കത്തില്ല. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ലെവലും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് പതിയെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കത് പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇപ്പം MSc അല്ലെ BSc ആയതേ ഉള്ളൂ, നെറ്റ് എഴുതണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ BSc ആയതേ ഉള്ളെങ്കിൽ പതിയെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പഠിച്ച് തുടങ്ങാമല്ലോ. ജസ്റ്റ് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ MSc കഴിയുമ്പോൾ, അല്ലെ MScയോടൊപ്പം തന്നെ അത് വലിയൊരു പ്രോഫിറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആകെ ഈ വീഡിയോ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മലയാളത്തിൽ അധികം ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് CSIR നെറ്റും നെറ്റ് എക്സാം കണ്ടക്ട് ബൈ UGC തമ്മിലുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഡിഫറൻസ് എങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, സോ UGC എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ് പോലുള്ള എക്സാമാണ്. ഒരുപാട് UGC നെറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി അതിന് ജോയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏത് എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള മിനിമം ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അത് ജസ്റ്റ് ഒന്ന് അറിയിക്കാനാണ്. പിന്നെ എക്സാം പാറ്റേണിനെ കുറിച്ച്, പിന്നെ ജസ്റ്റ് CSIR
എന്താണ് നെറ്റ്, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, മാത്സ് ആണെങ്കിൽ മാത്സ്, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് സിലബസ് അവൈലബിൾ ആണ്. സിലബസ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് തന്നെ വെക്കുക, ഇടയ്ക്ക് ആ സിലബസിനെ നോക്കുക എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അറ്റ്ലീസ്റ്റ് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് നോക്കി വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ കോച്ചിങ് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പഠിക്കേണ്ടത് പഠിക്കണം. ചിലപ്പോൾ കോച്ചിങ് കൊണ്ട് നമ്മുടെ ധൈര്യം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ചിലപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളപ്പം എനിക്ക് അങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം, ബട്ട് ഇറ്റ്സ് ഓക്കെ. ചിലപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു എബിലിറ്റി നമുക്കില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ ആ പേഴ്സ്പെക്റ്റീവിനെ വേറൊരു രീതിയിൽ കാണുന്നത് കൊണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ചിലവർക്ക് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രം കോൺഫിഡൻസ് വരുന്നവരുണ്ട്. അപ്പം അതൊക്കെ ഇറ്റ്സ് ഓക്കെ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമൊന്നും അല്ല. പക്ഷെ നമ്മൾ ഈ JRF മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് JRFന് എയിം വെച്ചാൽ മാത്രമേ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് നിങ്ങൾക്ക് നെറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ വർക്ക് ഹാർഡ് ചെയ്ത് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എന്നെപ്പോലെ നോർമലായിട്ടുള്ള ആൾക്കാരുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല, വളരെ നോർമലായിട്ടുള്ള എന്നാൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ഡൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ പറയണത് കേട്ടോ. ജസ്റ്റ് എക്സാം എന്താണെന്നൊരു ഐഡിയ എങ്കിലും നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.